എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് പ്ലാനുകളില്ലാത്തൊരു യാത്രയാണ് ഇത് കേട്ടോ. ഫസ്റ്റ് ഇക്കാട് എന്താ പറയാ താടിയും മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ബാർബർ ഷോപ്പിൽ പോയി. പിന്നെ എന്നും ഈ ചേട്ടനെ കാണും കേട്ടോ, ഐസ്ക്രീമിന്റെ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇന്നൊന്ന് കണ്ടപ്പം നിർത്തി ചേട്ടനോട് ഒരു ഐസ്ക്രീമും ഞാനും അമ്നും 2 ചോക്കോബാറും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ചേട്ടനെ കണ്ടപ്പോൾ വാങ്ങാതെ പോവാൻ തോന്നൂല. കാരണം എന്താന്ന് വെച്ചാൽ എന്നും വെയിലത്ത് ഇങ്ങനെ ഈ വണ്ടിയും തള്ളി നമ്മളെ കൽപ്പറ്റ ആയാലും ബത്തേരി ആയാലും മൂപ്പരെത്തിക്കോളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് വാങ്ങി. അപ്പൊ ചേട്ടന്റെ ഓരോ കഷ്ടപ്പാട് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് അങ്ങോട്ടൊരു കൊളകപ്പാറ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി നല്ലൊരു ഗ്രീൻ ആപ്പിളിന്റെ മൊജിറ്റോയും കുടിച്ചു. ഇത് കൊളകപ്പാറയിൽ പോണ വഴിക്കുള്ളതാണ് കേട്ടോ. ഇനി എങ്ങോട്ടാ പോകാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇക്ക പറഞ്ഞത് നമ്മളെ ബത്തേരിയിലുള്ള ഒരു ജൈന ക്ഷേത്രം, അതായത് നമ്മുടെ ബത്തേരിയിലുള്ള സുൽത്താൻ കോട്ടയിലേക്ക് പോകാന്നുള്ളത്. അങ്ങനെ അവിടെ ഞങ്ങൾ പോയി. ഇതിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കേരളത്തിലെ പുരാതന കാലത്ത് ജൈനമത സ്വാധീനത്തിന്റെ തെളിവായി കേരളത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന പല ജൈന ക്ഷേത്ര അവശിഷ്ടങ്ങളും ഉണ്ട്. ഇവയിൽ പ്രധാനമാണ് വയനാട് ജില്ലയിലെ ബത്തേരി ജൈന ക്ഷേത്രം. 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച എന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമായും വലിയൊരു വാണിജ്യ കേന്ദ്രമായും ഒടുവിൽ ടിപ്പുവിന്റെ ആയുധ സൂക്ഷിപ്പു കേന്ദ്രമായും ആവർത്തിച്ചിട്ടുണ്ട്. 1921 ഭാരത സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ജൈന ക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ്. കരിങ്കല്ലിൽ പണി ചെയ്തതും മതിൽക്കെട്ടുള്ളതുമായ ഒരു ക്ഷേത്രത്തിന്റെ നല്ല മാതൃകയാണ്. ഗർഭഗൃഹം, അന്തരാള, അടച്ചുകെട്ടിയ മഹാമണ്ഡപം, മുഖമണ്ഡപം, കേരള ശൈലിയിൽ വേറിട്ട ഒരു നമസ്കാര മണ്ഡപം എന്നിവ അടങ്ങിയതാണ് ഈ ക്ഷേത്രം. ജൈന മന്ദിരത്തിന് മുൻഭാഗത്തായി ചതുരാകൃതിയിലുള്ള ഒരു കിണറുണ്ട്. ഈ കിണറിലൂടെയുള്ള തുരങ്കം മൈസൂർ വരെയുണ്ട് എന്ന് പറയപ്പെടുന്നുമുണ്ട്. നമ്മുടെ സുൽത്താൻ കോട്ടയുടെ ചരിത്രം ഇതൊക്കെയാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ കരിങ്കല്ലുകളിൽ ഉണ്ടാക്കിയ കൊത്തുപണികളാണ് കേട്ടോ. ഒരുപാട് നല്ല നല്ല എന്താ പറയാ ചിത്രങ്ങളൊക്കെ കൊത്തുപണികളായി ചെയ്തിട്ടുണ്ടായിരുന്നു. ബത്തേരിയിലുള്ള ആളാണെങ്കിലും ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. ഉള്ളില് ഒരുപാട് വഴികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഓപ്പൺ ആയിരുന്നില്ല, ഒക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ സൺഡേ ആയതുകൊണ്ട് പൂട്ടിയതാണോ എന്നും അറിയില്ല. പിന്നെ പഴയ കാല അമ്മിക്കല്ലുകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. ആ പഴയ കാലത്തെ ഇതൊക്കെ അങ്ങ് എന്താ പറയാ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് ഞങ്ങൾക്കൊരു ഫീൽ ചെയ്തൊരു സ്ഥലം തന്നെയായിരുന്നു ആ പഴയ കാലം. ഒരുപാട് പേര് ഇവിടെ ഫോട്ടോഷൂട്ടിനായിട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഹൈലൈറ്റ് ആണ്. മൈജിന്ന് അങ്ങനെ ഒരു കെറ്റിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് കുറച്ച് ബേക്കറി വാങ്ങാനുണ്ടായിരുന്നു കൊളകപ്പാറ ഭാഗത്ത്. അപ്പൊ അവിടുന്ന് ബേക്കറിയൊക്കെ വാങ്ങി ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കറിയൊന്നുമില്ല, മുട്ടക്കറിയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം സാരമില്ല, ഞങ്ങൾക്ക് അത് പോതും. അങ്ങനെ ഞങ്ങൾ നല്ല മുട്ടക്കറിയും പൊറോട്ടയും 2 ചായയും ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചിക്കൻ വട കണ്ടപ്പം അതിനോടും ഒരു താല്പര്യം തോന്നി. അങ്ങനെ അതും വാങ്ങി കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഈ ഒരു സമയം എന്ന് പറയുന്നത് 5:15 അങ്ങനെ ആയിട്ടുള്ളൂ. എന്നാലും ഇവിടെ ഭയങ്കര തണുപ്പാണ്. കൂടുതൽ എങ്ങോട്ട് പോവാനും പറ്റാണ്ടായിട്ടോ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.